ജപ്പാനിൽ ഞങ്ങൾക്കിപ്പോൾ ഈ ഒരാഴ്ച മൊത്തം സമ്മർ ലീവാണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ചിബ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തും. അവിടെ മോണോ റെയിൽ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിബ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തുള്ള മറ്റൊരു സർവീസും കൂടിയാണ് കേട്ടോ ഈ മോണോ റെയിൽ എന്ന് പറയുന്നത്. ഏതാണ്ട് 1988 കാലഘട്ടങ്ങളിലാണ് കേട്ടോ ഈ മോണോ റെയിൽ എന്ന് പറയുന്ന സർവീസ് ജപ്പാനിൽ സ്റ്റാർട്ട് ചെയ്യണത്. ഇനി മോണോ റെയിൽ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ തലകീഴായി പോകുന്ന ട്രെയിനാണ് ഇവിടെ മോണോ റെയിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിട്ട് 630 യെന്നാണ് വൺ ഡേ പാസിന് ഞങ്ങൾക്കായത്. ട്രെയിനിൻ്റെ അകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നമ്മൾ നോർമൽ ഒരു മെട്രോ കയറുന്നൊരു ഫീലൊക്കെ തന്നെയാണ്. പക്ഷേ ട്രെയിനിൻ്റെ അകത്തുനിന്ന് പുറത്തേക്കുള്ള വ്യൂ അത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഈ നോർമൽ ട്രെയിനിലൊക്കെ കയറിയിട്ട് ഇങ്ങനത്തെ ട്രെയിനിൽ കയറുന്ന സമയത്ത് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ അത്. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും, മേലെയാണ് അതിൻ്റെ ഹാങ്ങിങ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ അടിയിൽ നിന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ റോഡും തൊട്ട് താഴെയുള്ള വണ്ടികളൊക്കെ കാണാൻ പറ്റും കേട്ടോ. സംഭവം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ ആദ്യമൊക്കെയായിട്ട് ഇങ്ങനത്തെ ട്രെയിനിൽ കയറുന്ന സമയത്ത് ഒരു പ്രത്യേക ഫീലാണ്. വളരെ കുറച്ച് നേരം മാത്രമേ ഞങ്ങളതിൽ യാത്ര ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ചെറിയൊരു പർച്ചേസിങ്ങിനൊക്കെ പോയി ഡ്രസ്സ് എടുത്ത് പുറത്തേക്ക് വന്ന് കറങ്ങാൻ ഇറങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് ആയപ്പോഴേക്കും ഒരുപാട് ടൈമായിട്ടോ. കുറേ നേരം കറങ്ങി തിരിഞ്ഞ് നടന്ന കാരണം കൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടു.